ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആശാസ് കുക്കിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്നും ചിക്കൻ ബിരിയാണി അത് ഇതെന്നല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3/4 കിലോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ കറി വെക്കാം. സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുന്നു. നമ്മൾ കുറച്ച് ഉള്ളി വഴറ്റുന്നു. വേണ്ട, ഞാൻ ഉള്ളി വഴറ്റുന്നു. കുറച്ച് ഉള്ളി എണ്ണയിലിട്ടിട്ട് നമ്മൾ നല്ലോണം വഴറ്റുന്നു. കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം. കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിടാം. അപ്പോൾ അത് നല്ലപോലെ മൊരിഞ്ഞ് പെട്ടെന്ന് കിട്ടും. കുറച്ച് കറിവേപ്പില ഇട്ടു. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് മതി, എല്ലാം കുറേശ്ശെ മതി. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മൂക്കട്ടെ. ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. ഞാൻ ഒരുപാട് വലിയ ഐറ്റമായിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഉള്ളി നല്ലോണം ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയേ ഉള്ളൂ. ഉള്ളി കുറച്ച് നന്നായിട്ട് മൂക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇതിനകത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ച ചെമ്പാവരി ചോറാണ്. ചെമ്പാവരിയുടെ അരിയാണ്. കണ്ടില്ലേ, ചുമന്ന കളറിന് ചുമന്ന ചോറ്. ഈ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇനി ഞാനിതൊന്ന് കുക്കറിനകത്ത് പകുതി ഞാൻ വേവിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് വെക്കുക. അപ്പം അതവിടെ ഇരിക്കട്ടെ. ചെമ്പാവരി ചോറ്. അപ്പം അതങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പം ഇത്രയും മൂത്ത് വരുന്നുണ്ട്. ഉള്ളി നല്ലൊരു 3/4 ഫ്രൈ ആയിട്ട് ചെയ്യാമെങ്കിൽ നല്ല ഇതാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് മസാലകളിടാം. നമുക്ക് മസാലകളിടാം. അപ്പം നമുക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, 2.5 സ്പൂണ്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. ഒരുപാട് എരിവൊന്നും വേണ്ട ഇവിടെ പിള്ളേർക്ക്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു 2.5 സ്പൂണിന് ഒരു 1.5 സ്പൂൺ ഇട്ടാൽ മതി. 1.5 സ്പൂണ്. പിന്നെ നമുക്ക് ഇത്തിരി മസാല, ഗരം മസാല, വേറെ ഒന്നും മസാലയില്ല. 1 ടീസ്പൂൺ മസാല, ഇതേ ഉള്ളൂ ചിക്കന് വേണ്ടിയിട്ട്. ഒരു 3/4 കിലോ ചിക്കനേ ഉള്ളൂ. അത്ര മസാല ഒരുപാടായാലും കുത്തൽ വരും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ, ഒന്ന് മൂക്കട്ടെ. ചിക്കൻ മസാല ഒന്നും ചേർക്കത്തില്ല, വെറും സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇച്ചിരി ഇത് പെരിഞ്ജീരകത്തിൻ്റെ കുറച്ച് ചിക്കനകത്തിടും. പെരിഞ്ജീരകം അത് നല്ലതാണ്, അതിന് നല്ലൊരു മണമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും മസാലയേ ഉള്ളൂ, വേറെ ഒരു മസാലയില്ല. ഉള്ളി നല്ലപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മൊരിഞ്ഞിട്ടാണ് നമ്മൾ ഈ മസാല ഇട്ടത്. കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇനി ഈ മസാല ഒന്ന് ഇതാകട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് ചേർത്തേക്കാം. അതും കൂടെ ആകുമ്പോൾ മസാലയായിട്ട് കിട്ടണ്ടേ. അപ്പോൾ
അപ്പോൾ അതൊന്ന് കിടന്ന് വേവട്ടെ. അപ്പം നമുക്ക് മസാലയെല്ലാം മൂത്തേ. നല്ല മസാലയായി കണ്ടില്ലേ, മസാലയെല്ലാം മൂത്തു. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നമുക്ക് നല്ലപോലെ വരട്ടാം. മസാല നല്ലപോലെ, നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ വറുത്തരച്ചൊക്കെ വെക്കും. ഇത് നാടൻ ചിക്കൻ കറിയൊന്നുമല്ല, നാടൻ കോഴിയുമല്ല. ഒരു നാട്ടിൻ്റെ രീതിയിലുള്ള ഒരു കറി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ചിക്കനൊക്കെ വറുത്തരച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നാടൻ കോഴി വേണം, എന്നാലേ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അത് ഇതിപ്പം ഇതിനകത്ത് കിടന്ന് വേവട്ടെ. എല്ലാം എൻ്റെ ചിക്കൻ കറി റെഡിയായി. കളറെല്ലാം വന്നു. നല്ല ചിക്കൻ കറി, നമ്മുടെ സാധാരണ രീതിയിലുള്ള കറിയാണ്. അതിനകത്ത് ഒരുപാട് വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചിക്കൻ കറി ഞാനിനി ബൗളിലോട്ടാണെന്ന് ആക്കുന്നില്ല. അപ്പോൾ എൻ്റെ ആ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.